സക്സസ് ഫയലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന തസ്തികയിലേക്കായിട്ട് കേരള PSC ഇന്ന് നടത്തിയ പരീക്ഷയുടെ ആൻസർ കീ ആണ് നമ്മൾ നോക്കുന്നത്. PSC പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 38/2026 ആണ്. ആദ്യത്തെ ചോദ്യം, കേരളത്തിൽ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ കെ വാസുദേവൻ പിള്ളയാണ്. ഓപ്ഷൻ സി, കെ വാസുദേവൻ പിള്ള. താഴെ പറയുന്നവയിൽ റാണി ഗൗരി ലക്ഷ്മി ഭായിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 4. സെക്രട്ടേറിയറ്റ് സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. അടിമ വ്യാപാരം തിരുവിതാംകൂറിൽ നിർത്തലാക്കി. ജപ്പാൻ റഷ്യയെ ആക്രമിച്ച വർഷം 1904. മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് ഇതിൽ ആരാണ്? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. വിഷവൃക്ഷം എന്ന നോവൽ രചിച്ചത് ഇവരിൽ ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം മുസിരിസ്. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഏത്? ഉഷ്ണമേഖല ഇല്ലപ്പൊഴിയും വനങ്ങൾ. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ദാമോദർ. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് എവിടെ? താരാപൂർ. ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത്? സ്ട്രാറ്റോസ്ഫിയർ. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? മെർക്കുറി ബാരോമീറ്റർ. ലോക ഭൗമ ദിനം ആഘോഷിക്കുന്നത് ഏപ്രിൽ 22. പ്രശാന്ത് ചന്ദ്ര മഹാലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? പ്രസ്താവനകൾ തന്നിരിക്കുന്നത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി. 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മഹാലനോബിസിന്റെ വികസനാസൂത്രണ നയം മുന്നോട്ട് വെച്ചത്. മഹാലനോബിസ് കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. സാഖ്യ എന്ന ജേണൽ ആരംഭിച്ചത് മഹാലനോബിസ് ആണ്. മഹാലനോബിസുമായിട്ട് ബന്ധമില്ലാത്തത് ഓപ്ഷൻ ബി. ഭൂപരിഷ്കരണത്തിന്റെ ഭൂപരിധി നിശ്ചയിക്കൽ എന്ന നടപടിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ഭൂമിയിൽ അധ്വാനിക്കുന്നവരിൽ നിന്നും പാട്ടം ചുമത്തുക. ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരമാവധി അളവ് നിശ്ചയിക്കുക. കാർഷിക ഉൽപാദനക്ഷമതയിലെ പ്രാദേശിക സമത്വം വർദ്ധിപ്പിക്കുക. ഭൂ ഉടമസ്ഥത കുറച്ചുപേരിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് ഒഴിവാക്കുക. ഓപ്ഷൻ ഡി 2, 4 എന്നിവ ശരിയാണ്. നീതി ആയോഗിന്റെ ഭരണ പരിഷ്കരണ വിഭാഗം വിവിധ മേഖലകളിലെ ഭരണത്തിൽ ദീർഘകാലവും വ്യവസ്ഥാപിതവുമായ പരിവർത്തനത്തിന് ഉത്തരവാദിയാണ്. 2047 ഡാഷ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിർണായകമായ ഘടനാപരവും പരസ്പര വിരുദ്ധവുമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനായി 2025 ഏപ്രിൽ 3 ഈ വിഭാഗം സ്ഥാപിതമായി. വികസിത് ഭാരത്. ഓപ്ഷൻ എ. ഉദാരവൽക്കരണവുമായി ബന്ധമില്ലാത്ത നയം ഏത്? ഓപ്ഷൻ സി. ഗാട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായി 1995 നിലവിൽ വന്ന സംഘടന ഏത്? ലോക വ്യാപാര സംഘടന. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെട്ടു. ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2, 4 എന്നിവ ശരിയായ ജോഡി. ഭരണഘടനാ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മൗലികാവകാശത്തെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്.
ഒരു രാജ്യത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ഭരണഘടന സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങൾ. ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2 ശരിയാണ്. 1, 2. ഇന്ത്യയുടെ കേന്ദ്ര നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലും തർക്കങ്ങൾ ഉടലെടുത്താൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് ഉത്ഭവാധികാരം. രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പട്ടികയാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ശരിയായി ക്രമപ്പെടുത്തിയത്? ഓപ്ഷൻ ബി ആണ് പ്രതിരോധം, ആണവോർജം, തുറമുഖങ്ങൾ, വിദേശകാര്യം. പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഭരണഘടന അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി? PK തുങ്കൻ കമ്മിറ്റി. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് പ്രാദേശിക ഗവൺമെന്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തൽ. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകൽ, വോട്ടർ പട്ടിക പരിഷ്കരിക്കൽ, രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ചിഹ്നം അനുവദിക്കൽ എന്നിവ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നവയാണ്. പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത്? ലോക് ഭവൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. പ്രസ്താവനകൾ തന്നിരിക്കുന്നു. കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്നതും ദേശീയ ശരാശരിയേക്കാൾ കൂടുതലുമാണ്. കേരളത്തിലെ ശിശുമരണ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നതാണ്. ആശ്വാസം എന്ന സംരംഭം ആർദ്രം മിഷന്റെ ഭാഗമായി വരുന്നതാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി 2 മാത്രം. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായിട്ടുള്ള ചെങ്ങാതി എന്ന പദ്ധതി താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്? ഓപ്ഷൻ ഡി കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പരിപാടി. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു സാമ്പത്തിക വർഷം 100-ൽ കുറയാത്ത തൊഴിൽ ദിനങ്ങളാണുള്ളത്. കേരള ട്രൈബൽ പ്ലസ് എന്ന പദ്ധതി MGNREGS കൂടാതെ അധികമായി പട്ടിക വർഗ വിഭാഗങ്ങൾക്ക് തൊഴിലുറപ്പ് പ്രദാനം ചെയ്യുന്നു. പത്തനംതിട്ട, മലപ്പുറം ജില്ലകളിലാണ് കേരളത്തിൽ ആദ്യഘട്ടത്തിൽ MGNREGS ആരംഭിച്ചത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 1, 2 എന്നിവ ശരിയാണ്. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്താദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ശ്രീ K. സോമനാഥ്. പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം? സെറിബെല്ലം. ഹെപ്പറ്റൈറ്റിസ് ബി പ്രധാനമായും ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? കരൾ. കേരള സർക്കാർ നടപ്പിലാക്കിയ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ ജനസൗഹൃദപരമാക്കുക. താഴെ പറയുന്നവയിൽ ഒരു ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? മലേറിയ. വൈറ്റമിൻ B1ന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം? ബെറിബെറി. 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ ബി നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി എല്ലാം ശരിയാണ്. ഊഷ്മാവ് കൂടിയാൽ ദ്രാവകങ്ങളുടെ പ്രതലബലം കുറയുന്നു. ഒരേ തരം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമാണ് കൊഹിഷൻ.
കാപ്പിലറി ട്യൂബിൽ വെള്ളമെടുത്താൽ കേശിക ഉയർച്ചയാണ് ഉണ്ടാകുന്നത്. വ്യാസം 20 സെന്റിമീറ്റർ ഉള്ള ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയാണ്? 5 സെന്റിമീറ്റർ. താഴെ ഒരു പ്രസ്താവനയും ഒരു കാരണവും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പ്രസ്താവനയും കാരണവും ശരിയാണ്. എന്നാൽ പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമാണ് നൽകിയിരിക്കുന്ന കാരണം. പ്രസ്താവന തന്നിരിക്കുന്നത് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ മൂല്യം ഭൂമധ്യരേഖയിൽ കുറവും ധ്രുവങ്ങളിൽ കൂടുതലുമായിരിക്കും. കാരണം ഭൂമധ്യരേഖയിലെ ഭൂമിയുടെ ആരം കൂടുതലും ധ്രുവങ്ങളിലെ ഭൂമിയുടെ ആരം കുറവുമാണ്. കേബിളുകളോ ടെലികോം ടവറുകളോ ഇല്ലാതെ മൊബൈൽ ഫോണുകളിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം നൽകാൻ ISRO രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹം ഏതാണ്? ബ്ലൂ ബേർഡ് 6. N2G plus 3H2G gives 2NH3G. H is equal to minus 92.38 kJ per mole എന്ന സന്തുലിത രാസപ്രവർത്തനത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 1, 3 മാത്രം ശരിയാണ്. ഇതൊരു താപമോചക രാസപ്രവർത്തനമാണ്. ഉയർന്ന മർദ്ദത്തിൽ കൂടുതൽ NH3 ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. താഴെ പറയുന്ന മെറ്റൽ ഓക്സൈഡ് സ്വഭാവ ജോഡിയിൽ തെറ്റായത് ഏത്? Na2O അസിഡിക് എന്നത്. ഒരു മൂലകത്തിന്റെ അറ്റോമിക ഭാരം പൂർണ്ണസംഖ്യ ആകണമെന്നില്ല. കാരണം മൂലകങ്ങൾക്ക് ഐസോടോപ്പുകൾ ഉണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ഗുണനിലവാരമില്ലാത്ത ഓറൽ കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള വിഷകരമായ സംയുക്തം ഡൈ എഥിലിൻ ഗ്ലൈക്കോൾ. മലയാളത്തിലെ തനത് നാടകവേദിക്ക് തനതായ സംഭാവന നൽകിയ കലാകാരനാണ് കാവാലം നാരായണ പണിക്കർ. നാടൻ ജീവിതത്തിന്റെ ഇടർച്ചയും പതർച്ചയും ആവിഷ്കരിക്കുന്ന ഇരവിക്കുട്ടിപ്പിള്ള പോര് ഏത് വിഭാഗത്തിൽപ്പെടുന്ന നാടൻ പാട്ടാണ്? തെക്കൻ പാട്ട്. ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിന്റെ വേരുറപ്പിവിടെ പോൽ കാണുമോ വേറെങ്ങാനും. ഈ വരികൾ രചിച്ച കവി ആര്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായിക താരം PR ശ്രീജേഷ്. താഴെ പറയുന്നവയിൽ ശരിയേത്? ഓപ്ഷൻ സി 1, 3 ശരിയാണ്. ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരമായ ഹാർട്ട് ലാബ് 2025 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടി. ഈ സന്തോഷ് കുമാറിന്റെ നോവലായ തപോമയയുടെ അച്ഛൻ 2025 വയലാർ പുരസ്കാരം നേടി. ഇനി വരുന്ന 10 ചോദ്യങ്ങൾ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. 51ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 54. 52ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി. 53 ഓപ്ഷൻ എ. 54ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി. 55 ഓപ്ഷൻ എ. 56 ഓപ്ഷൻ സി. 57 ഓപ്ഷൻ ഡി. 58ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ്. 59ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 60 ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ദ വെദർ വാസ് എക്സ്ട്രീംലി ബാഡ് ഡാഷ് ദ മാച്ച് വാസ് നോട്ട് ക്യാൻസൽഡ്. ഓപ്ഷൻ സി nevertheless. Which of the following statements is not correct? Option C. Radhika will attain good marks. Won't she?
Vishal's father is going abroad dash a month. For a month. Ragesh dash an appointment to see the doctor. It is at 11 a.m. tomorrow. Has made. Which of the following words is the antonym of optimism? Option B, pessimism. Which of the following idiomatic expressions has the meaning to reveal the secret? To spill the beans. Find out the correctly spelled word. Option D, accommodation. ACCOMMODATION. The train dash the station. Call at the station. One who is devoted to the pleasure of eating and drinking. Epicure. ശരിയായ പദമേത്? ഓപ്ഷൻ എ, ഐകമത്യം. എ ബേർഡ്സ് ഐ വ്യൂ എന്നതിന് തുല്യമായ മലയാള വാക്യം. ഒരു വിഹഗ വീക്ഷണം. ചേർത്തെഴുതുക. എൻ പ്ലസ് കിൽ. എങ്കിൽ. താഴെ തന്നിട്ടുള്ളവയിൽ പൂജക ബഹുവചനം ഏത്? ഓപ്ഷൻ ബി, വൈദ്യർ. നദി എന്നർത്ഥം വരുന്ന പദമേത്? ഓപ്ഷൻ സി, തടിനി. ഖണ്ഡനം വിപരീത പദം എഴുതുക. മണ്ഡനം. രണ്ടു തലയും കൊളുത്തുക. ഈ ശൈലിയുടെ അർത്ഥമേത്? ഏഷണി പറയുക. ശരിയായ വാക്യമേത്? ഓപ്ഷൻ സി, രാമനും രാജനും തമ്മിൽ കലഹമുണ്ടാക്കുന്നു. വിലമതിക്കാൻ വയ്യാത്തത് ഒറ്റപ്പദം എഴുതുക. അമൂല്യം. സ്ത്രീലിംഗ ശബ്ദം ഏത്? രാജ്ഞി. പ്രിസൺ വിഷയം ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടികയിലെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? സ്റ്റേറ്റ് ലിസ്റ്റ്. ശിക്ഷ, തടവുകാരുടെ അവധി സംബന്ധിച്ച കേസുകൾ പുനരവലോകനം ചെയ്യുന്ന സമിതിയുടെ ചെയർമാൻ ആര്? ജില്ലാ കളക്ടർ. കേരളത്തിൽ അവസാനമായി സ്ഥാപിച്ച സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിന്റെ പേര്? ഓപ്ഷൻ ഡി, സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം, തവനൂർ, മലപ്പുറം. ഭരണ നിർവഹണ ആവശ്യാർത്ഥം ജയിൽ വകുപ്പിനെ എത്ര മേഖലകളായി തിരിച്ചിട്ടുണ്ട്? ഓപ്ഷൻ ബി, 3. ബന്ധുക്കളോടൊപ്പമോ മറ്റ് അനുയോജ്യമായ രീതിയിലോ സംരക്ഷിക്കാൻ കഴിയാത്ത എത്ര വയസ്സുവരെ പ്രായമുള്ള കുട്ടികളെ ജയിലിൽ പ്രവേശിക്കപ്പെടുന്ന അമ്മമാരോടൊപ്പം കഴിയുവാൻ അനുവദിക്കും? 6. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരികയില്ല എന്ന് നിഷ്കർഷിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി, സെക്ഷൻ 8(1)(a). ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ ഡി, ഒക്ടോബർ 12, 2005. ഇന്ത്യയിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. ഇന്ത്യയിൽ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10. വിവരാവകാശ നിയമപ്രകാരം ജീവന്റെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ അപേക്ഷ സമർപ്പിച്ചാൽ മറുപടി നൽകേണ്ട സമയപരിധി എത്രയാണ്? 48 മണിക്കൂർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? 1993. താഴെ പറയുന്നവയിൽ കുട്ടികളുടെ അവകാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന കരാർ ഏതാണ്? ഓപ്ഷൻ എ, CRC. ഹ്യൂമൻ റൈറ്റ് വാച്ചിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂയോർക്ക്. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിൽ എത്ര അനുച്ഛേദങ്ങളുണ്ട്? 30. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര.
മാനസിക സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരിയാണ്. മാനസിക സമ്മർദ്ദം പ്രതിരോധശേഷിക്കുറവുണ്ടാക്കും. മാനസിക സമ്മർദ്ദം ഹൃദയ സംബന്ധ രോഗങ്ങളുണ്ടാക്കും. മാനസിക സമ്മർദ്ദം ടൈപ്പ് 2 പ്രമേഹ കാരണമായേക്കാം. മാനസിക സമ്മർദ്ദം അർബുദത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അസ്തിത്വബോധ ബുദ്ധിയെ വിശദീകരിക്കുന്ന വാചകം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും തേടുന്നത്. ഫ്രോയിഡിന്റെ സൈക്കോ ലൈംഗിക വികസന ഘട്ടത്തിൽ ധാർമ്മിക വികസനം ഏത് ഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്? ഫാലിക് ഘട്ടം. ജൈവിക അഭിപ്രേരണയെ പ്രധാനമായി നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ്. അവസാനത്തെ ചോദ്യം, സാമൂഹിക ഇടപെടലുകൾ ആവശ്യമായ സാഹചര്യങ്ങളിൽ ചുറ്റിലുമുള്ളവർ മോശമായി വിലയിരുത്തുമെന്ന ഭയം അനുഭവിക്കുകയും പൊതുവേദിയിൽ സംസാരിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് ഏത് ഉത്കണ്ഠ രോഗത്തിന്റെ ലക്ഷണമാണ്? സോഷ്യൽ ഫോബിയ. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.